ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ഋതിക ഇത്? നല്ലൊരു ബർത്ത്ഡേ ആയിട്ട് റോഹൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ നീ ഇവിടെ രാജുവായിട്ട് സംസാരിച്ചിരിക്കുന്നത് ശരിയാണോ? ഞാൻ ആരോട് എവിടെ നിന്ന് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് ചോദ്യം ചെയ്യാൻ നീ ആരാ? പണം കൊടുത്താൽ കിട്ടുന്നതല്ലോ ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ്. പണം കണ്ടു വരുന്നതാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം പിന്നിൽ നിന്നൊരു കുത്തും കൂടി പ്രതീക്ഷിക്കാം. ഏയ്, അവരത്രക്കാരൊന്നുമല്ല. കേട്ടോ മോളെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ അവര് നിന്റെയും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. അല്ലാതെ ഈ പുഴുക്കുത്ത് പോലെയുള്ളതിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മോൾ ഒഴിവാക്കണം. അങ്ങളെ, റോഹ, ദാ പിടിക്കേ. ഈ ഡ്രസ് നിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകം വാങ്ങിയതാ. മോൻ ഹാപ്പി അല്ലേ? അത് പിന്നെ പറയണോ അച്ഛാ? അച്ഛൻ എനിക്ക് ഏറ്റവും ബെസ്റ്റ് അല്ലേ സെലക്ട് ചെയ്യൂ. ഞാൻ ഹാപ്പിയാണ് അച്ഛാ. ഓ, എന്നാ പോയി റെഡി ആയിട്ട് വാ. വാ പോ. സൂപ്പർ സൂപ്പർ ഡ്രസ് അല്ലടാ കാർത്തികേ? അതെ, എന്തൊക്കെ പറഞ്ഞാലും ഇവന്റെ അച്ഛന്റെ സെലക്ഷൻ പൊളിയാ. നിന്റെ അച്ഛൻ ഒരു വൈബ് തന്തനാണ്. എടാ അനുരാജ, UK എടുക്ക്. നിങ്ങൾ അങ്ങോട്ടൊന്ന് സംസാരിക്കേ. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. വല്ലാത്തൊരു ദാഹം. ശരി, എടുക്കടാ. എടാ വീഡിയോ കോളാണ്, ഇവിടെ റേഞ്ച് കുറവാ. നമുക്കേ ടെറസിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ബർത്ത്ഡേ ബോയുടെ ബർത്ത്ഡേ ഡ്രസ്. ഇത് ഇട്ടുകൊണ്ടല്ലേ നീ കേക്ക് കിട്ടിയാൻ വരുന്നേ? ദീപക്കിന്റെ അമ്മയും ചേർന്ന് നിനക്കൊരു പണി തരാൻ പോവാ. നല്ല 8ന്റെ പണി. ഈ ഇട്ട് നല്ല ഒന്നാന്തരം നായിക്കറിന് പൊടിയാ. ഇതങ്ങോട്ട് ശരീരത്ത് സെറ്റായി കഴിഞ്ഞാ അങ്ങോട്ട് ചൊറിയാൻ തുടങ്ങും. ചൊറിഞ്ഞൊറിഞ്ഞ് നിന്റെ ഊപ്പാട് വരും. നിനക്കെന്റെ പെണ്ണിനെ കെട്ടണം അല്ലേ? നിനക്ക് മുമ്പേ വന്നവന്മാരെല്ലാം കെട്ടിച്ചിട്ടാടാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നേ. ഋതികയെ കെട്ടണം എന്നുള്ള നിന്റെ പാഴ്മോഹം അങ്ങ് മറന്നേക്ക് മോനെ. ഇങ്ങനെയുള്ള പണികൾ കിട്ടുമ്പോ നീ തന്നെ അവളെ മറന്നോളും. നീ തൽക്കാലം നിന്റെ ബർത്ത്ഡേ ചൊറിഞ്ഞ് കണ്ണീന്ന് പൊന്നീച്ച പറത്തിക്കൊണ്ട് ആഘോഷിക്കണം. റോഹ, കാർത്തി, യുവമാരിത് എവിടെ പോയി? കാർത്തികേ, റോഹ, എന്താ മാഡം എന്നോട് വരാൻ പറഞ്ഞ എന്തിനാ? റോഹന്റെ അച്ഛനും രാജുവും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. മാഡം അത് കേട്ടു അല്ലേ? അതിലൊന്നും വലിയ കാര്യമില്ല മാഡം. അക്കാര്യത്തെ കുറിച്ച് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്നെ പോലെ വലിയ വീട്ടില് ജോലിക്ക് നിൽക്കുന്നവരുടെ സ്ഥിതിയാ. ഞങ്ങളുടെയൊക്കെ വിധി എന്താണെന്ന് മാഡത്തിന് അറിയാവോ? ജോലിക്ക് നിൽക്കുന്ന വീട്ടിലുള്ളവരുടെ, ആ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളുടെ, ഇനി എവിടെയെങ്കിലും പോയാ അവിടെ ഉള്ളവരുടെയൊക്കെ വായിന്ന് നന്നായിട്ട് കേൾക്കുക. പക്ഷേ എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ?
എല്ലാത്തിനും ഒരു പരിധിയില്ല മാഡം. ഞാനൊരു പാവായതുകൊണ്ടല്ലേ എല്ലാവരും എന്റെ തലയിൽ കയറാൻ വരുന്ന. ഇനി അത് വേണ്ട. ഞാൻ നിശബ്ദനായി പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാ എന്നെ പോലെ തന്നെ മറ്റുള്ളവരോടും പ്രതികരിക്കാനുള്ള അവരുടെ ലൈസൻസ് ആയിട്ട് അത് മാറും. അത് വേണ്ടെന്ന് തോന്നിയിട്ടാ അയാളോട് ഞാൻ തിരിച്ചു പറഞ്ഞത്. അത് നന്നായി രാജു. അല്ലെങ്കിലും അങ്ങനെ തന്നെ പെരുമാറണ്ടേ. എനിക്ക് അങ്ങനെയുള്ള രാജുവിനെയാ ഇഷ്ടം. പറയാനുള്ളത് തുറന്നു പറയുന്ന, ആരെയും ഭയമില്ലാത്ത, മുഖത്ത് നോക്കി കാര്യം പറയുന്ന രാജുവിനെയാ എനിക്കിഷ്ടം. അങ്ങനെയുള്ള ആ രാജുവായിരുന്നു എന്റെ ഹീറോ. പക്ഷേ ഇപ്പൊ രാജു ആകെ മാറിപ്പോയി. മാഡം, അത് മാഡം എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കാഞ്ഞിട്ടാ. എന്നെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. അച്ഛൻ കുറ്റം പറയുന്നുണ്ട്, അമ്മ കുറ്റം പറയുന്നുണ്ട്, അളിയും പോലും കുറ്റം പറയുന്നുണ്ട്. എന്തിന്? എന്നെ അറിയാവുന്ന, ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഞാൻ ചെയ്തത് ശരിയല്ല, രാജുവിനെന്താ നട്ടല്ലില്ലേ, നിനക്കെന്താ ആണത്വമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോട് എല്ലാവരോടും എന്റെ മാനസികാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല മാഡം. പക്ഷേ പ്രതികരിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി ഞാൻ പ്രതികരിച്ചിരിക്കും. അതെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോ ആയിരിക്കില്ല എന്ന് മാത്രം. എന്തായാലും രാജു ഇപ്പൊ പ്രതികരിച്ചല്ലോ, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. എന്താ രാജു, രാജുവും രാജുവിന്റെ മേഡവും തമ്മില് ഒരു അടക്കം പറച്ചില്? അടക്കം പറച്ചില് രഹസ്യമൊന്നുമല്ല. ഞങ്ങളിങ്ങനെ വെറുതെ നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കായിരുന്നു. ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വന്നാലും രാജുവിന് ഋതിക മാഡത്തിന്റെ പുറകിൽ നിന്ന് മാറാൻ സമയമില്ലേ? കണ്ടില്ലേ മാഡം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളില് ഞാൻ എന്താ ചെയ്യണ്ടേ? നിശബ്ദനായിട്ട് നിൽക്കുമല്ലോ നല്ലത്. ഞങ്ങൾ നിന്നോടല്ലേ സംസാരിച്ചത്, അപ്പോ നീ ഞങ്ങളോടല്ലേ തിരിച്ച് സംസാരിക്കേണ്ടത്? അല്ല, നീ എന്തിനാ നിന്റെ ഋതിക മേഡത്തിനോട് സംസാരിക്കുന്നത്? എന്താ ഋതിക ഇത്? നല്ലൊരു ബർത്ത്ഡേ ആയിട്ട് റോഹൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ നീ ഇവിടെ രാജുവായിട്ട് സംസാരിച്ചിരിക്കുന്നത് ശരിയാണോ? ഞാൻ ആരോട് എവിടെ നിന്ന് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് ചോദ്യം ചെയ്യാൻ നീ ആരാ? മാഡം, അങ്ങനെ പറയല്ലേ. റോഹൻ സാറിന്റെ ഫ്രണ്ട്സ് അല്ലേ? ഡാ, ഞാൻ നിന്നോടൊന്നും ചോദിച്ചോടാ. ഞാൻ അവളോടല്ലേ ചോദിച്ചേ. ഇത് വലിയ കഷ്ടമാണല്ലോ. നിന്നോടെന്തെങ്കിലും ചോദിച്ചാ അവൾ ഉത്തരം പറയും, അവളോടെന്തെങ്കിലും ചോദിച്ചാ നീ ഉത്തരം പറയും. ദേ, മാഡത്തെ വെറുതെ അവള് ഇവളെന്നൊന്നും വിളിച്ച് സംസാരിക്കരുത്. അതെനിക്കിഷ്ടാവില്ല. എനിക്ക് മാത്രമല്ല, നിങ്ങളുടെ റോഹൻ സാറിന് ഇഷ്ടാവില്ല. ഓ പിന്നെ, ഞങ്ങളുടെ റോഹനെ കുറിച്ച് നീ പറഞ്ഞു തന്നിട്ട് വേണോ ഞങ്ങൾ അറിയാൻ? അവൻ ഞങ്ങൾ പറയുന്നതിനപ്പുറം ഒരു ഇഷ്ടവും വളർത്താറില്ല. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു അതിർത്തിയും അവൻ വെക്കാറുമില്ല. അകലേ